എല്ലാ ചങ്കുകൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയിനായിട്ട് 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വിജയിക്കാൻ സാധ്യത നൽകുന്ന 3 പോയിന്റ്സ്. ആദ്യത്തെ പോയിൻ്റാണ് ഇത് രണ്ടുമാണ്. അതായത് E4 കളിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. E4 ആണ് നമ്മൾ കളിക്കേണ്ടത്. E4 കളിക്കുമ്പോൾ E5 അവിടുന്ന് വരും, അത് സ്വാഭാവികം. അത് കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. E4 E5 അതാണ് മെയിൻ പോയിന്റ്. അടുത്തതെന്ന് വെച്ചാൽ നൈറ്റിനെ സെൻട്രലിലോട്ട് ഇറക്കാൻ ശ്രമിക്കുക. ഒരു മൂലയിലോട്ട് നൈറ്റിനെ ഇറക്കാതെ സെൻട്രലിലോട്ട് ഇറക്കി കളിക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ നടുക്ക് സെൻട്രലിൽ ആ ചതുരം എന്ന രീതി 4 കോളം നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ അതിലേക്ക് പവർഫുള്ളായിട്ട് ആരുടെ അറ്റാക്കാണ് ആ ഭാഗത്തോട്ട് ആ 4 എണ്ണത്തിലേക്ക് കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കുക. അത് മാക്സിമം ആ 4 കലങ്ങളെ നമ്മുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ ബിഷപ്പിനെ ഇറക്കി ഒരു കോളത്തെ നിയന്ത്രിക്കുന്നു, അതുപോലെ നൈറ്റിനെ ഇറക്കി 2 കോളത്തെ നിയന്ത്രിക്കുന്നു, മൂന്നാമത്തെ കോളം നമ്മൾ ആളിനെ ഇറക്കി 3ാമത്തെ കോളവും നിയന്ത്രിച്ചിരിക്കുന്നു. ആണ്ടോ, ഇപ്പോൾ പ്രോപ്പറായിട്ട് 4 ഐറ്റം കൊണ്ട് നമ്മൾ ആ സെൻറ്റർ കോളത്തെ മൊത്തത്തിൽ നമ്മൾ നിയന്ത്രിക്കണം. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ കാസ്ലിംഗ് ചെയ്ത് ഇപ്പോൾ ഈ കളി ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ കാസ്ലിംഗ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സമയത്ത് മാത്രമേ കാസ്ലിംഗ് ചെയ്യാവൂ. അനാവശ്യമായി കാസ്ലിംഗ് അടിച്ച് വിട്ടു കൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുത്താൽ ഒരു മൂലയിലായിട്ട് നമ്മൾ പെട്ടുപോകും. നമ്മളെ ലോക്കിട്ട് പൂട്ടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഗെയിമിൻ്റെ അവസ്ഥ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ഈ ഗെയിം നൈറ്റിനെ എന്തായാലും ഞാൻ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. എന്തായാലും നൈറ്റിനെ അവർ ഒന്നുകിൽ മന്ത്രി വെച്ചെടുക്കണം, അല്ലെങ്കിൽ കിങ് വെച്ചെടുക്കാൻ ആക്കത്തില്ല. കാരണം ചെക്കാണ്. മന്ത്രി വെച്ചെടുക്കും. മന്ത്രി കളയാൻ ധാരണ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ മന്ത്രി വെച്ചെടുക്കത്തില്ല. റൂക്ക് എങ്ങനെ പോയാലും അവൻ്റെ റൂക്കിനെ നമ്മൾ പൊക്കി. അതുപോലെ തന്നെ നമ്മൾ ആനയെ എടുക്കുക. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ആന പോയി. അടുത്തത് ചുമ്മാ ഇതെൻ്റെ ഒരു അനാവശ്യമായ മൂവായിരുന്നു, എൻ്റെ മണ്ടത്തരമായിരുന്നു, ഞാൻ ഓർക്കാതെ നിൽക്കുകയാണ്. പക്ഷേ എന്നെ എടുത്തില്ല. അത് വലിയൊരു ചതിവാണ് കാണിച്ചത്. കാരണം അടുത്ത മൂവിൽ ഞാൻ ചെക്ക്മേറ്റ് ചെയ്തു. ആ ബിഷപ്പിനെ അവിടെ എടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ചെക്ക്മേറ്റ് സ്വപ്നത്തിൽ പോലും നടക്കത്തില്ല. പക്ഷേ അവരവിടെ മിസ്സാക്കി ഒരു ബ്ലണ്ടർ കളിച്ചു. ആ ബ്ലണ്ടറിലൂടെ അടുത്ത മൂവിൽ ഞാൻ ചെക്ക്മേറ്റ് ചെയ്തു. ഇതുപോലുള്ള മറ്റ് വീഡിയോസുകൾ കാണുവാൻ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ചാനലും ചെക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും, കൂടുതൽ ടിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.